ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആണ്. ഇവിടെ പണത്തിനാണ് വില. അപ്പൊ പണം ഉള്ളവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. ഒരു വലിയ വീടൊക്കെ വാങ്ങി നമുക്ക് മാറണ്ടേ? വലിയ വീടൊന്നും വേണ്ട. ഒരു മുറി, ചെറിയൊരു അടുക്കള, പിന്നെ ഒരു കുളിമുറി. അതൊക്കെ നീ വിചാരിച്ചാ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള കഴിവും സൗന്ദര്യവും ഒക്കെ നിനക്കുണ്ട്. ബോസ് നല്ലയാളാ. നമുക്കിവിടെ സ്വർഗം പോലെ കഴിയാം. ചിലതൊക്കെ ഒന്ന് കണ്ണടച്ചാ മതി. എന്തേ പറഞ്ഞു വരുന്നത്? ഇതിനാണോ എന്നെ കല്യാണം കഴിച്ചത്? കൃഷ്ണ, ഞാൻ അയാളുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. നിനക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയും. പ്ലീസ്, നീ എന്നെ ഒന്ന് സഹായിക്കണം. കള്ള നിങ്ങൾ ഈ പറയുന്നത്. ആർക്കോ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്റെ മാലയും വളയൊക്കെ ഊരിക്കൊണ്ടു പോയത്? ഇപ്പൊ എന്നെ വിൽക്കാനായിട്ട്. കൃഷ്ണ, നല്ല ഒന്നാം തരം ഡയമണ്ട് നെക്ലസ് ആ ബോസ് നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കൃഷ്ണ, മര്യാദക്ക് റെഡിയാവോ? നീ എന്റെ സ്വഭാവം മാറ്റില്ലേ? നീ വരില്ല. ഇത്രയും ദിവസം നിന്നെ തൊടാതെ കൊണ്ടുവരുന്ന പിന്നെ എന്തിനാന്നാ വിചാരിച്ചത്? മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ നിന്നില്ലെങ്കിൽ ഇത്രയും മോന്തയുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കഴിച്ചു കളഞ്ഞ. ഒന്നോ രണ്ടോ ദിവസം ബോധമില്ലാതെ ആ കിടപ്പ് കിടന്നതാ. വിശപ്പും ദാഹം സഹിച്ച് ഒന്നലറി വിളിക്കാൻ പോലും കഴിയാതെ ആന്റി അമ്മച്ചിയുടെ പണത്തിലെ ഫോൺ നമ്പർ എഴുതിയ ബുക്ക് ഞാൻ അറിയാനാണ് മാറ്റി. എത്ര പെൺകുട്ടികളാ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ വന്നടിയുന്നേ. ജോലി ഓഫർ ചെയ്തും കല്യാണം കഴിച്ചിട്ടുണ്ടോന്നൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കൂടെ താമസിച്ചിട്ടും ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. ആർക്കോ വേണ്ടിട്ടെന്നെ Really so bad. What is she telling? No idea. Smita, what's it? They never had any sexual relationship in the marriage. It's like he was keeping her ready for someone else. Oh, it's really like a story. സ്വന്തം ഭർത്താവിൻ്റെ ഐഡന്റിറ്റി പോലും തിരിച്ചറിയാതെ അയാൾ തന്നെ ചീറ്റ് ചെയ്ത് ഭാഷയും ദേശവും അറിയാതെ ഉള്ള ഒരു ഒറ്റപ്പെടൽ. ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇതൊക്കെ പോരെ കാരണങ്ങൾ? നീ എന്താ ഇത് വെച്ച് വല്ല സ്റ്റോറിയും ചെയ്യാൻ പോവാണോ? ഒരു സ്റ്റോറി ചെയ്താലോ എന്നാ, ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. എന്തൊക്കെയോ ചില സത്യങ്ങൾ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെട്ടതുപോലെ. ഒരു പോസിറ്റീവ് തോട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ മൊബൈലും പിടിച്ചോണ്ട്? സോ മെനി ആക്സിഡൻ്റൽ കോയിൻസിഡൻസ്. അതല്ലേ ദുർഗാപൂജയുടെ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ അവർ ഒന്ന് പെടാനും ഞാൻ അയാളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് സ്റ്റൈലിൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. ഒരു സ്റ്റോറിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ വെച്ച് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ. ഇതിങ്ങനെ റോ ആയിട്ട് ഇതാകുമ്പോ ഒരു ചേഞ്ച് ആയിരിക്കല്ലേ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കോള്? സെക്രട്ടറിങ്ങളിപ്പോ കൈയൊഴിഞ്ഞ പോലെയാ. അവൾ ഇനിയും വല്ല കുഴപ്പവും കാണിച്ചാ പുള്ളി കുടുങ്ങുമെന്നുള്ള പേടിയാ. തൽക്കാലം ഒരു അറേഞ്ച്മെന്റ്സ് ആകുന്നവരെ നിങ്ങളുടെ ഫ്ലാറ്റിലെ അവളെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. അത് ശരി. ഹേയ്, ഒരു സർവന്റിനെ പോലെ മതി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? സി, ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥയില് നമ്മളും കൂടി ഉപേക്ഷിച്ചാലോ? എനിക്കിവിടെ ആരുമില്ല സാറേ. എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ.
घेरे घेरे বাইরে কে আছে আরে আরে পুറത്ത് ആരാ ആരെടാ പട്ടി ലീലാമ്മേ ദേവ് ഇവിടെ ഒരു പട്ടി ഏ ജാജാ പേടോ പേടോ ലീലാമ്മേ ഏ ശബ്ദമില്ല, എന്തോ കണ്ട് പേടിച്ചതാ. ഏ പ്രേതോ? ആരുടെയാ? ഹരിയുടെയാ? ആഹാ. ഏ എന്താ അങ്കിളെ? ഓ അതാണോ? ഇന്നലെ രാത്രി വീണ്ടോടെ 2 ഗ്ലാസ് ആരോ എറിഞ്ഞു പൊട്ടിച്ചു. അതിന് ഡിം ഡിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും ആയിരിക്കില്ല. സമാജത്തിന്റെ ഇലക്ഷനൊക്കെ എടുത്തു വരികയല്ലേ, ചന്ദ്രേട്ടന്റെയും ഗ്രൂപ്പിന്റെ പണിയായിരിക്കും അല്ലേ ആന്റി? എന്തായാലും കൊള്ളാം. ഞാൻ നോക്കുമ്പോ ഡ്രോയിങ് റൂമിന്റെ തറയിൽ കിടക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ വല്ല മാടനും അടിച്ചിട്ടാന്ന് വിചാരിക്കായിരുന്നു. ഏയ് അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്ന. സ്മിതയുടെ ഒക്കെ ഫ്ലാറ്റിൽ അവള് സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കുട്ടി ഒന്ന് കയറി കണ്ടേക്ക്. പ്രേതത്തിന്റെ പിണക്കൊക്കെ മാറുമല്ലോ. അതാ പുള്ളിക്കാരന് പേടി. ആശുപത്രിയിൽ നിന്ന് ഡെഡ് ബോഡി തിരിച്ചു വാങ്ങി ദഹിപ്പിച്ചാലേ പുള്ളിക്കാരന് സമാധാനം ആവൂന്ന്. ആണോ അങ്കിളെ? അതൊന്നും ഇനി നടക്കില്ല. അതൊക്കെ ഇപ്പൊ പിള്ളേര് കീറി മുറിച്ച് മോർഫിലിട്ട് ചുക്കി ചുളിഞ്ഞൊരു പരിവായി കാണും. അങ്കിൾ ഒരു കാര്യം ചെയ്യും, ആ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും നോക്ക്. ഓ ആ പ്രേതത്തിന്റെ കാര്യം ഈ പറയുന്നത്. ഈ അങ്കിളിന്റെ ഒരു കാര്യം.